ഞാൻ അരുൺജിത്ത്, ഇന്റർനാഷണൽ മെഡലിസ്റ്റ്, NAS കോച്ച്, ലെവൽ 1 ലെവൽ 2 വേൾഡ് അത്ലറ്റിക്സ് കോച്ച്. ഞങ്ങളുടെ നമ്മുടെ പഴയ സീനിയേഴ്സായ PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ, അവരുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു സാഫ് ഗെയിംസ് മെഡലിസ്റ്റ്, GV രാജ അവാർഡ് വിന്നറായ ഒരാളെ പറ്റി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഞാൻ എറണാകുളം സ്വദേശി ആണ്. പഠിച്ചത് എറണാകുളത്താണ്. സ്കൂളിങ് SRE ഹൈസ്കൂളിലായിരുന്നു. കോളേജ് സെൻറ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു. കോളേജിൽ വന്നതിന് ശേഷമാണ് സ്പോർട്സിൽ കൂടുതൽ താല്പര്യം ഉണ്ടായത്. അതിന് പ്രധാന കാരണം അവിടുത്തെ കായിക വകുപ്പ് മേധാവിയായിരുന്ന പ്രൊഫസർ ജോസഫ് സെബാസ്റ്റ്യൻ സാറായിരുന്നു. 1983 ആദ്യത്തെ മഹാത്മാഗാന്ധി സർവകലാശാല മീറ്റിൽ 100 മീറ്ററിൽ സ്വർണം നേടിക്കൊണ്ടാണ് എൻ്റെ കായിക യാത്രയ്ക്ക് ഞാൻ തുടക്കം കുറിച്ചത്. അതിനുശേഷം തുടർച്ചയായി 4 വർഷം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 100 മീറ്ററിൽ പുതിയ റെക്കോർഡോടുകൂടി സ്വർണം നേടി. 1986 നൈനിറ്റാളിൽ നടന്ന അന്തർദേശീയ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 100 മീറ്ററിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ആദ്യത്തെ സ്വർണ്ണമായിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ. അതിൽ സ്വർണം നേടി. അതാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ലെവലിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. ഈ അന്തർദേശീയ മീറ്റിൽ സ്വർണം നേടിയ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടുകയും 1987 ഇന്ത്യൻ ക്യാമ്പിൽ ചെല്ലുകയും കൽക്കട്ട, പാട്യാല, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ടീമിനൊപ്പം പരിശീലനം നേടുകയും 87 കൽക്കട്ടയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടാനുള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം 89 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചു. 89 വീണ്ടും സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇസ്ലാമാബാദിൽ നടന്ന സാഫ് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി പുതിയ ദേശീയ റെക്കോർഡും സൗത്ത് ഏഷ്യൻ ഗെയിംസ് റെക്കോർഡോടുകൂടി 4x100 മീറ്ററിൽ പുതിയ റെക്കോർഡോടുകൂടി സ്വർണം നേടുകയുണ്ടായി. പിന്നെ 1990 ഓക്ലൻഡിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയെങ്കിലും അവസാന നിമിഷം ഗവൺമെൻറ് ഇന്ത്യൻ ടീമിനെ അയക്കുകയുണ്ടായില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കോമൺവെൽത്ത് ഗെയിംസിലും സൗത്ത് ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഒരു മെഡൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ലോകത്തിലെ ലോകോത്തര കായിക താരമായി അറിയപ്പെടുന്ന കാൾ ലൂയിസിൻ്റെ കൂടെ ഇന്ത്യക്ക് വേണ്ടി ഓടാൻ സാധിച്ചു എന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ 1986 LICയിൽ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയും ആ ഇൻ്റർവ്യൂവിൽ 1ാം സ്ഥാനത്ത് വരികയും അങ്ങനെ എറണാകുളത്ത് LIC ഡിവിഷണൽ ഓഫീസിൽ അസിസ്റ്റൻ്റായിട്ടാണ് ജോയിൻ ചെയ്തത് 1986. അതിനുശേഷം ഓരോ പ്രൊമോഷനുകൾ കിട്ടി ഞാൻ 2021 ദക്ഷിണ മേഖല LICയുടെ ഡെപ്യൂട്ടി സോണൽ മാനേജറായി VRS എടുത്ത് വരികയാണ്. 4 വർഷം സർവീസ് ബാക്കിയുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ VRS എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇനി ഒരു കാര്യം ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി കൽക്കട്ട സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയപ്പോൾ കൽക്കട്ട സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ ജനങ്ങൾ ഒന്നടങ്കം എണീറ്റ് നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കൈയടിച്ചത്, പ്രോത്സാഹിപ്പിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സംഭവമാണ്. രാജ്യത്തിന് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ അനുഭവം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എല്ലാവരും നമ്മുടെ ദേശീയ കൊടികളായിട്ട് ഓടി വരികയും നമ്മുടെ കയ്യിൽ തരികയും അതുകൊണ്ട് നമ്മൾ സ്റ്റേഡിയത്തിൽ ഒരു വലയം വെക്കുകയും ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇപ്പോൾ പുതുതലമുറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് രക്ഷകർത്താക്കളോടും സ്കൂളിലെ കായികാധ്യാപകരോടും സ്പോർട്സ് സംഘാടകരോടുമാണ്. കാരണം സ്കൂളിൽ 100ൽ 100 മാർക്ക് വേണമെന്ന് രക്ഷകർത്താക്കളും അധ്യാപകരും ശഠിക്കുകയും മറുഭാഗത്ത് സ്പോർട്സിൽ സ്വർണ്ണ മെഡൽ നേടണമെന്ന് വാശി പിടിക്കുകയും ചെയ്താൽ നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യ വളരെ പിന്നോക്കമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് പിന്നോക്കം പോയി നമ്മൾ ഫേസ്ബുക്കിൽ പല ആൾക്കാരും കളിയാക്കുന്നത് കണ്ടു. പക്ഷേ ഇത് രണ്ടും 100 മാർക്കും വേണം, ഒളിമ്പിക്സിൽ സ്വർണവും വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കുട്ടികളെ ചെറുതിലെ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കുക. ജോലിക്ക് വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക. രക്ഷകർത്താക്കളും കായികാധ്യാപകരും സംഘാടകരും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒളിമ്പിക്സിന് അനേകം മെഡലുകൾ
നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ കുട്ടികൾ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞ് ഏഷ്യൻ ഗെയിംസും നമ്മുടെ ഇവിടെ എല്ലാം പോയി മെഡൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രോത്സാഹനം സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ കൂടുതൽ വരും തലമുറ ഇതിലേക്ക് ആകർഷിക്കുകയുള്ളൂ. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.